ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സ്റ്റെനിയാസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഓണ സെലിബ്രേഷനും ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂൾ തുറന്നു. എന്നാലും ഈ വീഡിയോ ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷേളിയമ്മ കുക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച കാളനും ഇഞ്ചാമ്പുളിയും അങ്ങനെ ഒരുപാട്, അതായത് സദ്യ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ്റെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒപ്പം ഇരുന്ന് കഴിക്കുന്നതും എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് ഞെട്ടണ്ട, ഞാൻ ഇന്ന് സാരി ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കല്യാണത്തിനാണ് ഞാൻ സാരി ഉടുത്തിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാനേ ഇഷ്ടമല്ല, കാരണം ഞാൻ സീമാസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വണ്ണം കുറവായിരുന്നു. അപ്പോൾ ഞാൻ സാരി ഉടുത്ത് ഡെയിലി പോയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഹോർമോണും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പിന്നെ ഞാൻ ഇങ്ങനെ വണ്ണമൊക്കെ വെച്ച് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ സാരി ഉടുത്ത് കാണാൻ ഇഷ്ടമല്ല. ചുരിദാറാണ് എനിക്ക് എന്താ പറയുക ഒരു സന്തോഷം. അപ്പോൾ ദേ നമ്മുടെ അച്ചമ്മ കേട്ടോ താലം പിടിച്ച് വരുന്നത് കണ്ടോ. ഞങ്ങൾ കായ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് അച്ചമ്മ വെള്ളം എടുത്തുകൊണ്ട് വരാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലും കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. അതായത് പാചകം ചെയ്യുന്ന ആൾ മുതൽ എല്ലാവരും എച്ച് എം, പിന്നെ ഡ്രൈവർ, അങ്ങനെ നമുക്കങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ദേ നമ്മുടെ ആയിഷയുടെ അമ്മേനെയും ഞാൻ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സാരി ഉടുത്തിട്ട് നടക്കാൻ പറ്റണ്ടേ. ഞാനാണെങ്കിൽ ഇങ്ങനെ എന്തെന്ന് പറയുക താറാവ് നടക്കുന്ന പോലെ നടക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ല. സത്യം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സാധനമൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു കൂട്ടാ. ഞാൻ എന്നിട്ട് ചുരിദാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചുരിദാർ മാറി. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചുരിദാർ ഇട്ടപ്പോഴേ ഒരു പ്രസവിച്ച സുഖം. സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അങ്ങനെ വന്നു പോണതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ UKG ടീച്ചർ ജെസ്സി ടീച്ചർ അപ്പോൾ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പിന്നെ സത്യം വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ ഇടാനാണല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ ടീച്ചർ ഞാനിങ്ങനെ ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ആ കുട്ടി എന്നോട് ചോദിച്ചു വീഡിയോയിൽ ഇടാനാണല്ലേ എന്ന് ചോദിച്ചു. വീഡിയോയിലിടാതെ എവിടെ പോകാനാ, നമ്മുടെ സ്കൂളിൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോക്കാളും കൂടുതൽ നമ്മുടെ സ്കൂളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്താ പറയുക ഒരമ്മ നമ്മുടെ സ്കൂളിലേക്ക് അവരെ കുട്ടീനെ ഒരു വർഷമെങ്കിലും വിടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് കുഞ്ഞുങ്ങൾ വരട്ടെ. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയൊരു സ്കൂളാണ് എങ്കിലും നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെയും പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഉറപ്പാണ് കേട്ടോ. കാരണം എത്ര നിങ്ങൾ പൈസ കൊടുത്ത് പഠിപ്പിച്ചാലും നമ്മുടെ ടീച്ചർമാർ അത്രയും നമ്മുടെ മക്കളെ നോക്കുന്നുണ്ട്. പൈസ കൊടുക്കുന്ന നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് പഠിപ്പിച്ചോട്ടെ. എനിക്കതിനകത്ത് എന്താ പറയുക വേറെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങൾ പഠിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്ന കുട്ടികൾ എവിടെയായാലും പഠിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ദേ നമ്മുടെ സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സ്വന്തം അമ്മമാരും മക്കൾക്ക് എങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുപോലെ അപ്പോൾ പപ്പടം നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ ചെറിയൊരു പൊടി പോലും സാധാരണ പപ്പടം വറുക്കുമ്പോൾ പൊടി വരാറില്ലേ, അത് ശരിക്കും അങ്ങനെ അപ്പക്കാരം അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് കുട്ടികൾക്ക് നന്നല്ല. അതുകൊണ്ട് നമ്മൾ പപ്പടം തുടച്ചിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ ദേ ഓരോ പേരൻസും വന്ന് തേങ്ങ ചിരണ്ടുന്നു. പലരും പല തിരക്കിലാണ്. അപ്പോൾ ദേ നമ്മൾ ഇവിടെ പൂക്കളം മത്സരമില്ല കേട്ടോ, സോറി. ഇപ്രാവശ്യം നമുക്ക് പൂക്കളം മത്സരമില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആകെ 2 തരം കളറ് കിട്ടുള്ളൂ. അതായത് ഒരു ഓറഞ്ച് ഒരു മഞ്ഞയും. ബാക്കിയുള്ളത് നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കണം. പിന്നെ പൂക്കളം മത്സരം നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്രയും പൂക്കളും ഇല്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ 100 രൂപയുടെയും 200 രൂപയുടെയും പൂവൊന്നും അങ്ങനെ മേടിക്കണമെന്നൊന്നുമില്ല. പക്ഷേ പറ്റുന്നത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വലിയൊരു കളറിടാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ പിള്ളേർ ഇതേ പൂക്കളൊക്കെ ഇങ്ങനെ നുള്ളി നല്ല രസമാട്ടോ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ പൂവ് വേറെ വീട്ടിൽ നിന്നൊക്കെ പോയി രാവിലെ തന്നെ പോയി പൊട്ടിച്ച് വന്നിടുക, അത് വേറൊരു ഫീല്. ഇത് എന്താ പറയുക ഇങ്ങനെയും ഒരു ഫീല്. അപ്പോൾ അതേ നമ്മൾ ഇവിടെ ഇടാനാണ് കേട്ടോ പൂക്കളം ഇവിടെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ പ്ലാൻ മാറ്റി. അതായത് നമുക്ക് കുട്ടികൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾ PTA ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളികളും
അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പൂക്കള മത്സരം ഇല്ല. അപ്പോൾ ടീച്ചർമാർ ഇതിനിടയ്ക്ക് വന്നിട്ട് ഓരോ കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണം കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇന്ന് നമ്മുടെ ആയിഷയും ഡൂഡും മലയാളികളായിട്ടാണ് വന്നേക്കണത്. പട്ടുപാവടയും ബ്ലൗസും അതുപോലെ ഡൂഡു ഷർട്ടും ഉണ്ട്. അവന് ഒരുപാട് ആഗ്രഹം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇടുന്നുണ്ടെന്ന്. അപ്പം പിന്നെ നമ്മൾ അങ്ങ് അവനും മേടിച്ചു കൊടുത്തു ഡ്രസ്സ്. അവൻ്റെ ആഗ്രഹമല്ലേ. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ എന്താ പറയുക നുള്ളി അല്ലെങ്കിൽ വെട്ടി അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. ഇത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്കിപ്പോൾ ഫോണിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നേരിട്ട് ആസ്വദിക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം സൈഡിൽ കൂടെ എന്നെ സാരി ഉടുത്തത് ഞാൻ കാണിച്ചു തന്നതാണ്. അതുപോലെ അതായത് നമ്മൾ കുഞ്ഞിമക്കൾ LKG UKG ഒക്കെ അവിടെ ഇരുന്ന് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോകുന്നുള്ളതെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലിയ ടീച്ചർ ഉണ്ണി കുറച്ച് കഴിയുമ്പോൾ വരുന്നതായിരിക്കും. അവനെയും കൂടിയും നമ്മുടെ എന്താ പറയുക ഓണത്തിനെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഡിസി ടീച്ചറും എല്ലാവരും കുട്ടികളുടെ ഒപ്പം ഉണ്ട്. കുട്ടികളെ എവിടേക്കും വിടാനൊന്നും സമ്മതിക്കില്ല. പക്ഷേ എന്നാൽ അവർക്ക് ഫ്രീഡം അത് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പൂക്കളം ഇവിടേക്കാണ്, അതായത് നമുക്ക് സ്കൂളിലെ ചെറിയൊരു നമ്മൾ പ്രയറൊക്കെ നടത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയൊരു കളം. അപ്പോൾ നമ്മുടെ അനുക്കുട്ടിയും പിന്നെ മറ്റേ ഉണ്ണിയും കൂടിയിട്ടാണ് കേട്ടോ കളം വരയ്ക്കുന്നതും ഇടുന്നതും ഒക്കെ. പിന്നെ നമ്മുടെ എൽസ് വന്നു. പിന്നെ നമ്മുടെ വേറൊരു പേരൻ്റ്, എനിക്ക് സത്യം പറഞ്ഞ പേര് മറന്നുപോയി ഞാൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരും കൂടിയിട്ടാണ് നമ്മുടെ കളം വരയ്ക്കുന്നത്. ഞാനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ ഇത് എൻ്റെ മോളാണ് കേട്ടോ, അനുമോൾക്ക്. പിന്നെ ദേ നമ്മുടെ ആയിഷയുടെ അമ്മ, അവരെയൊക്കെ ആയിഷയുടെ അമ്മേനെയൊക്കെ സത്യം പറഞ്ഞാൽ പിന്നെയും സത്യം കയറി വന്നു. ആയിഷയുടെ അമ്മേനെയൊക്കെ സെറ്റ് മുണ്ടും സെറ്റ് സാരി കൊടുത്ത് കാണാൻ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി. കാരണം അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ നിന്നും മാറി നമ്മളിലേക്ക്, അതായത് ഒരു മലയാളിയായിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനത്തെ കുട്ടികൾ പോകുന്നുള്ളെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ 2ാം ക്ലാസ്സിലത്തെ ടീച്ചർ, 3ാം ക്ലാസ്സിലത്തെ ടീച്ചർ, അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അശ്വിനി ടീച്ചർ ഡുഡുവിൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പം ഞാൻ പറയാം കള്ളിപ്പെണ്ണ് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എനിക്ക് സാരി കൊടുത്തിട്ടേ നടക്കാനേ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വീർപ്പ് മുട്ടല്ലേ, അതെനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. പിന്നെ കുറേ വർഷങ്ങളൊക്കെ ആയില്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ പൂക്കളമിടാനൊക്കെ ആയിട്ട് വരാം. നമ്മുടെ സ്കൂളിൻ്റെ പരിസരമൊക്കെ ഒന്ന് ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ പിള്ളേർ പൂ കട്ട് ചെയ്യേണ്ട ധൃതിയിലാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഡ്യൂട്ടി കൊടുത്ത് അങ്ങനെ അവർ എന്താ പറയുക അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ അങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മുടെ പിള്ളേരെ ഓരോ കുട്ടികളും എൻ്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ LKG UKG കുട്ടികൾ അവിടെ അങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം അവർ വീഴാണ്ടും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഡുഡുവിൻ്റെ ക്ലാസ്സുകാരും ഇവരിങ്ങനെ ഓരോരുത്തരും ഓരോരോ ഗ്രൂപ്പുകളാക്കിയിട്ടാണ് ഇരുത്തിയിരുന്നത്. അപ്പോൾ അതേ ഓരോരുത്തർ പടമൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ നമ്മൾ കളം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡിസി ടീച്ചറുടെ മോള് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1ാം ക്ലാസ്സിലത്തെ ടീച്ചർ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇടയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അവർക്കും ഒരു സന്തോഷം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുക അത് വേറെ വിഷയം. അപ്പോൾ നമ്മുടെ ഷേളിയമ്മ നല്ല തിരക്കിലാണ്. ഷേളിയമ്മേനെ എനിക്കൊന്ന് വീഡിയോനകത്ത് കാണിക്കാൻ കൂടി പറ്റിയിട്ടില്ല. ഷേളിയമ്മ അവിടെ നല്ല തിരക്കിലായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു സദ്യ വെക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഷേളിയമ്മയ്ക്കൊക്കെ അത് പുഷ്പം പോലെ പൂ പൊട്ടിക്കുന്ന ലാഘവത്തോടെയാണ് ഷേളിയമ്മ സദ്യ വയ്ക്കുന്നത് കേട്ടോ. കാരണം അവരൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. പക്ഷെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തേങ്ങ ചിരണ്ടി അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത്, ഞാനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കാരണേ ഞാനിങ്ങനെ എല്ലായിടത്തും പറന്നു നടക്കും. കാരണം എനിക്ക് എല്ലാ വീഡിയോസും കിട്ടണം. സംഭവം വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ കർത്താവേ, ഇത് എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാനിത് പിറ്റേ ദിവസം തന്നെ ഇടേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം ഞാൻ പരിശ്രമിച്ചിട്ട് ഞാൻ തോറ്റുപോയി. പക്ഷേ എൻ്റെ ഒരു ഉണ്ണി അവൻ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുത്തത്. പക്ഷേ എനിക്ക് ഈ എടുത്ത വീഡിയോസൊക്കെ എനിക്ക് യൂട്യൂബിൽ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു ഓണായി കഴിഞ്ഞിട്ട് പാട്ടില്ലാതെ എന്താഘോഷം. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ സ്പീക്കർ എടുക്കുക, നമുക്ക് പാട്ട് വയ്ക്കാം, പിള്ളേർക്കും അതൊരു എൻജോയ്മെൻ്റ് ആവും. അവർ ആ പാട്ടിൻ്റെ താളത്തിലിരുന്ന ഒരു പൂ പറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാവും കേട്ടോ. അപ്പോൾ പാട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പാട്ടുണ്ടല്ലോ ഓണം മൂഡ് എന്ന് പറയുന്ന പോലെ ശരിക്കും ഇപ്പോൾ ഒരു ഓണം മൂഡായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂവുകൊണ്ട് എറിയലും വാരലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങളുടെ പിള്ളേർ നല്ല കുട്ടികളായിട്ട് പൂക്കളൊക്കെ നുള്ളി ഇങ്ങനെ സുന്ദരി കുട്ടികളും സുന്ദര കുട്ടന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അത് എന്നോട് സ്നേഹം കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അവർക്ക് എന്ത് ചെയ്തിട്ടാണോ. ഞാൻ ഒരാൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരാൾക്കും ഒരു സാധനം പോലും കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. അത് നല്ല സ്നേഹമാണെങ്കിൽ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ ടീച്ചർമാരെല്ലാവരും കൂടിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തെന്നിട്ട് ഞങ്ങൾ തന്നെ നോക്കി ഞങ്ങൾ തന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എൻ്റെ യൂട്യൂബിലേക്ക് വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഷേളിയമ്മ കാണാതെ അവിടെ നിന്നായിരുന്നു ഇരുമ്പാമ്പുളിയൊക്കെ പിടിച്ച് തിന്നു. സംഭവം പല്ലങ്ങ് എന്തുമാതിരി പുളിച്ചേന്നറിയാം. അപ്പം ഞാൻ ആ പുളിച്ച എക്സ്പ്രഷനിൽ ഡാൻസ് കളിച്ചു. അപ്പോൾ ഇരുമ്പാമ്പുളി തിന്നു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു. പക്ഷേ ഷേളിയമ്മ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഈ പറമ്പിൽ നിന്ന് ഓടിക്കും. കാരണം ഷേളിയമ്മ നട്ടും നനച്ചൊക്കെ ചെയ്യുന്നൊരിതാണ്. ആയിഷയുടെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ഡിസി ടീച്ചർ, നമ്മുടെ LKGയിലത്തെ ടീച്ചറാണ്, ലുഡുവിൻ്റെ ട്യൂഷൻ ടീച്ചറും കൂടിയാണ്. അപ്പോൾ അവർ തകൃതിയായിട്ട് ഓണത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് നീനിത കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ നീ ഒന്ന് ഒരു ചിരട്ട പിടിച്ച് നിന്നോ, കാരണം തേങ്ങ ചിരണ്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ പറയാനും അവൾ ചെയ്യാനും, അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, കണ്ടോ അവൾ ചിരട്ട പിടിച്ച് നിൽക്കണ കണ്ട. ഭയങ്കര ഒത്തൊരുമയാണേ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമയും കിടക്കാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതേ ഞാൻ അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും ഇവർ ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ എലിസും പിന്നെ നമ്മുടെ ഒരു പാരൻറ്റും പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടാണെങ്കിലും നല്ല അടിപൊളി. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അവളുടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. പിന്നെ നോക്കുമ്പോണ്ട് പിള്ളേഴ്സ് എല്ലാവരും ഉണ്ട്. എന്നാൽ പിന്നെ വീഡിയോ ആയിക്കോട്ടെ, അതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവർ പൂവൊക്കെ പൊട്ടിച്ച് പൂവൊക്കെ കൊണ്ടുപോയതിന് ശേഷം അപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടിച്ചു വാരും. പലർക്കും കുട്ടികൾ അടിച്ചു വാരനോട് വിയോജിപ്പുണ്ട്. കാരണം കുട്ടികളെ കൊണ്ട് അടിച്ചു വാരിക്കണമെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ അവർക്ക് സ്വയം പര്യാപ്തത നൽകുന്നത് നല്ല പാഠങ്ങളാണ്. ഈ സ്കൂളിൽ അടിച്ചു വാരന് മാത്രമല്ല, വീട്ടിലും അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാം. അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് എനിക്ക് കണ്ണാടി വെച്ച് തന്നു. എന്നാൽ പിന്നെ കണ്ണാടി വെച്ചിട്ട് അടിച്ചു വരാം, അതായാലും ഒരു എന്താ പറയുക ട്രെൻഡായിക്കോളും. നമുക്ക് അങ്ങനൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല. കണ്ണാടി അതിന് എന്ത് ഹെൽമെറ്റ് വെച്ചിട്ട് അടിച്ചു വരണോ അതും ചെയ്യും. അങ്ങനെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കണം കേട്ടോ. ഇനി കുറച്ച് വീഡിയോസ് നിങ്ങൾക്കൊക്കെ കാണാം.
ഞങ്ങളുടെ പൂക്കളവും ഇട്ട് ഞങ്ങൾ ഓരോരുത്തരെ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സദ്യ റെഡി ആയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, അവിയൽ, കാബേജ് ഉപ്പേരി, കാളൻ, അച്ചാർ, ഇഞ്ചമ്പുളി, പപ്പടം, പായസം, കായ് വറുത്തത്, സർക്കട്ടുപ്പേരി. എൻ്റെ അമ്മോ വയ്യ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയായി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പിള്ളേരെ സദ്യ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ഫീലാണ്. ഞാൻ പറഞ്ഞ് ആ ഒരു ഫീല് കളയുന്നില്ല. കാരണം അത് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാവരും സദ്യ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും പിള്ളേർ കഴിക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കാതെ പോവില്ല. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഭക്ഷണം ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ വിഷമിക്കും. അത്രത്തോളം എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, അത്ര തന്നെ. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്ലാസ്സുകാരായിട്ട് വന്ന് സദ്യ മേടിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ജോപ്പുകൾ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മുടെ ജോപ്പുകൾ എല്ലാ വിശേഷങ്ങൾക്കും വരാറുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളിൽ സ്പോൺസർ ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മുരുകൻ ചേട്ടൻ നമ്മുടെ ജോപ്പുകളായിട്ട് സംസാരിച്ചുകൊണ്ട് ഷെയ്ക്കിൻ്റെ ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളും സദ്യ കഴിച്ചു. അപ്പോൾ ദേ ടീച്ചർമാരൊക്കെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിയ ടീച്ചറെ കൊച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർമാരൊക്കെ സദ്യ കഴിക്കുകയായിരുന്നു. ഞാൻ സദ്യ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ പിള്ളേരുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാർ. അപ്പോൾ ഓരോരുത്തരും ആസ്വദിച്ച് അവരാദ്യം ഞങ്ങൾക്കാണ് വിളമ്പി തന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ലാസ്റ്റ് നമ്മൾ വീടുകളിൽ വിരുന്നുകാരെല്ലാം പോയിട്ട് കഴിക്കില്ലേ എന്ന പോലെ തന്നെ അവർ ഞങ്ങളെ ആദ്യം ഊട്ടിയിട്ട് അവർ ലാസ്റ്റ് എല്ലാവരും കൂടി ഇരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്ന ടീച്ചർ നല്ലതാണ് അങ്ങനെയല്ല, എല്ലാവരും ഓരോരുത്തരും ഓരോ തരത്തിൽ എന്താ പറയുക മുന്നിലാണ്. നമ്മുടെ ഷേളിയമ്മ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ പോലെ കണ്ടായിരിക്കണ. ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷേളിയമ്മ ചോറ് വെക്കണ പോലെ കാണിച്ചു, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് പറ്റിച്ചു. അപ്പോൾ ഇതേ നമ്മുടെ ലിയ ടീച്ചർ ഉണ്ണി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ആദ്യത്തെ ഓണാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇനി വരുന്ന പുതിയൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പം തന്നെയല്ല. അപ്പോൾ ഉണ്ണീനെ ഞങ്ങൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഓണത്തിൻ്റെ ഒരു ഫീൽ. അപ്പോൾ ഇതേ നമ്മുടെ സദ്യ അങ്ങോട്ട് വിളമ്പുന്നതും പിള്ളേർ മേടിക്കുന്നതും മതിമറന്ന് കഴിക്കുന്നതൊക്കെ കാണാൻ ഒരുപാട് സന്തോഷം. ഇത് ഫെജി നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് കേട്ടോ, PTLത്തെ. അപ്പോൾ ടീച്ചറും HMും എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് പപ്പടവും പായസം കൂട്ടി അങ്ങ് കഴിച്ച് ഉഷാറായി. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഓണം അടിച്ചു പൊളിച്ചു. അപ്പോൾ ദേ നമ്മുടെ പുതിയ ഓണത്തിന് വന്ന ഗസ്റ്റ് മുണ്ടൊക്കെ പൊക്കി കാണിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഇവിടെ വന്നപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇലയിൽ ചോറൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല കുട്ടിയായിട്ട് ഇരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു LKGയിൽ ടീച്ചറോട് ചേർക്കാൻ പറയാമെന്ന്. കാരണം കുട്ടിക്ക് ടീച്ചറെ മോനായതുകൊണ്ടാണോ എന്നറിയില്ല, പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓരോ ക്ലാസ്സിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ണി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്താ പറയുക ഉണ്ണീനെ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അത് ഉണ്ണി സദ്യ ഉണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുത്തപ്പോൾ നേരെ തല തിരിഞ്ഞിട്ടായി എടുത്തുപോയി. അപ്പോൾ അതിലേല കട്ടായിപ്പോയി. ആൾ ചോറൊക്കെ വാരി, പക്ഷേ കൈ വായിൽ കൊണ്ടുവരുമ്പോൾ വിരൽ മാത്രം വായിൽ വെക്കണേ. അങ്ങനെ നമ്മുടെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക പോവാൻ ഒക്കെ റെഡിയായിട്ട് നമ്മുടെ ടീച്ചർമാരെല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കളെ 10 ദിവസത്തെ വെക്കേഷന് വിടുകയാണ്. അപ്പോൾ ഒരു കുട്ടി പോലും ഒരു രീതിയിലും വിഷമിക്കാതിരിക്കാനും അവരുടെ നല്ല മക്കളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കാരണം അവരും അവരെ മക്കളെ പോലെ തന്നെ ഓരോരുത്തരെയും, അതായത് നമ്മളമ്മമാർ പറയില്ലേ എന്ന പോലെ അവർ സ്കൂൾ പൂട്ടലാണ്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഇവിടെയൊന്നും പോകരുത്, ഓടിക്കളിക്കരുത്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സിനൊക്കെ വല്ലാത്തൊരു ഫീല്. അങ്ങനെ കിട്ടാനും വേണമല്ലോ ഭാഗ്യം. അപ്പോൾ ടീച്ചർമാരെല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇനി എന്താ 10 ദിവസം വീടുകളിൽ കുഴപ്പമുണ്ടാവില്ല, വീടുകളിൽ ഒച്ചയും ബഹളമായിരിക്കും. സ്കൂൾ ഭയങ്കര സൈലൻ്റായി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വെക്കേഷൻ്റെ ആ ഒരു ആദ്യപടിയിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ നമ്മുടെ പൂക്കളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തമായിട്ട് വീഡിയോ എടുത്ത് തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൂക്കളം ഇപ്രാവശ്യത്തെ പൂക്കളം അടിപൊളിയാക്കി. അവസാനം പൂക്കളത്തിന് നടുക്ക് ഞാൻ കയറിയിരുന്നു. ആ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇടാം കേട്ടോ.
എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. 10 ദിവസം എന്നൊക്കെ പറഞ്ഞ സംഭവം, 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ്. പക്ഷെ ഞങ്ങൾക്ക് അതൊരു 10 വർഷത്തെ പോലെയാണ്. കുറേ ദിവസം പിള്ളേരെ കാണാണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. അപ്പോൾ അതേ നമ്മുടെ ടീച്ചർ പിള്ളേർക്ക് മിഠായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ സ്കൂളിൽ പോവല്ലേ, അപ്പോൾ അവരൊന്ന് സന്തോഷിപ്പിച്ച് വിടാമെന്ന് വിചാരിച്ചു. ഞാനും ഒരു പാക്കറ്റ് മിഠായി മേടിച്ച് വെച്ചു പിള്ളേർക്ക് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കസേര കളി, സ്പൂൺ റേസ്, അങ്ങനത്തെ ഉള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിഠായി പറക്കൽ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ മിഠായി പറക്കൽ വേണ്ടിയിട്ട് മിഠായിയൊക്കെ മേടിച്ച് വെച്ചു. ഫസ്റ്റ് ട്രിപ്പ് പോയതിന് ശേഷമാണ് മിഠായി പറക്കൽ ഉണ്ടായിരുന്നല്ലേ എന്ന് ആലോചിച്ചത്. അപ്പോൾ പിന്നെ ബാക്കി സെക്കൻഡ് ട്രിപ്പിലാണ് കുറച്ച് കൂടുതൽ പിള്ളേരുള്ളത്. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ മിഠായി പറക്കലും സംഘടിപ്പിച്ചു. അപ്പോൾ ദേ ഫസ്റ്റ് ട്രിപ്പ് പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് എല്ലാവരും യാത്രയായി. അപ്പോൾ നമ്മുടെ ആയിഷയുടെ അമ്മയൊക്കെ പോവാണ്. അപ്പോൾ ദേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പോണത്. അവൻ എല്ലാ കുട്ടികളായിട്ട് നല്ല കമ്പനിയായി. അവൻ ഇനി ഇവിടെ തന്നെയാണല്ലോ, നമ്മുടെ സ്കൂളിലേക്ക് തന്നെ വരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ സംഭവിക്കട്ടെ. അപ്പോൾ ടീച്ചർ കിട്ടാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മിഠായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ കൂട്ടുകാരത്തിനെ കണ്ടു ചുട്ടു. അപ്പോൾ അവളും വന്നിട്ടുണ്ട്, അവളുടെ കുട്ടിയും അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും കൂട്ടായി. അങ്ങനെ ടീച്ചറോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും പോവാണ് കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സങ്കടം. നമ്മുടെ അനുക്കുട്ടി അങ്ങനെ ഒരുപാട് എന്താ പറയുക കുട്ടികളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇവരൊക്കെ പോയതിന് ശേഷം ഞങ്ങളെല്ലാ പിള്ളേരും, അതായത് സെക്കൻഡ് ട്രിപ്പിൽ വരുന്ന കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളങ്ങ് ഒരു തിരുവാതിര അങ്ങോട്ട് കളിച്ചു. അതും എന്താ പറയുക നമുക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് സെക്കൻഡ് ട്രിപ്പിന് പോകാനുള്ള കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മിഠായി പറക്കലാക്കി. അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ചേഞ്ച് ആക്കി. ഞാൻ തനി ചുരിദാർ ഇട്ടിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായ, അയ്യോ ഒരു ബാഗ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ മിഠായിയൊക്കെ കൊടുത്തു. ഇനി ഞങ്ങളുടെ അമ്മമാരും ടീച്ചേഴ്സും കൂടി ഒരു ഡാൻസ് അങ്ങോട്ട് ആവാം.